സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. ജൂലൈ മാസം അടുത്തെത്തി കഴിഞ്ഞ് സൂപ്പർമാൻ ഫണ്ടാസ്റ്റിക് ഫോർ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞിട്ട് 3 പടങ്ങളും അവരുടേതായ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രൊമോ മെറ്റീരിയൽസ് പരിപാടികളൊക്കെ ആയിട്ട് പരിപാടി തുടങ്ങിക്കഴിഞ്ഞ് ജുറാസിക് വേൾഡിന്റെ കേസിലാണെങ്കിൽ പറയാതിരിക്കുന്നതാണ് ഭേദം. മിനിറ്റ് വെച്ചിട്ടാണ് അവർ ഓരോ പ്രൊമോ മെറ്റീരിയൽസ് പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കേസിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രൊമോ മെറ്റീരിയൽസിൽ കൂടെ തന്നെ പടം മൊത്തം കണ്ടു തീർക്കേണ്ടി വരും. ഒട്ടും മോശമാക്കിയിട്ടില്ല. അപ്പുറത്ത് മാർവലും 2 പ്രൊമോ മെറ്റീരിയൽസിൽ കൂടെ സ്റ്റോറിയിലെ പ്ലോട്ടിലെ വലിയൊരു ഡീറ്റെയിൽസ് തന്നെ ഇപ്പോൾ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഏറെക്കുറെ പേരും അത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ആ 2 പ്രൊമോ മെറ്റീരിയൽസും അത് ഏതൊരു രീതിയിലാണ് പടത്തിൽ വരാൻ പോകുന്നുള്ള കാര്യത്തെ പറ്റിയിട്ടും പടത്തിനെ അത് എങ്ങനെ ബാധിക്കുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ലിറ്റിൽ സീസർ എന്ന് പറയപ്പെടുന്ന ഒരു പിസ്സ കമ്പനിയുമായിട്ട് കൊളാബ് ചെയ്തിട്ട് ഒരു പരസ്യമാണ് ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത്. ആൻഡ് ആ ഒരു പരസ്യത്തിൽ ഈ ഒരു പടത്തിൽ വരാൻ പോകുന്ന ഒരു മെയിൻ വില്ലൻ ക്യാരക്ടറിനെ തന്നെ കാണിച്ചിട്ടുണ്ട്. ജിഗാൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറിനെയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ക്യാരക്ടറിനെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഫോളോ ചെയ്യുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതിന്റെ ഒരു കോമിക്സ് പരിപാടികളൊക്കെ അത്യാവശ്യം അറിവുള്ളവർക്ക് ഈ ഒരു ക്യാരക്ടർ ആരാണെന്ന് പിടിയിട്ട് കാണണം. ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ഫസ്റ്റ് ഇഷ്യൂവിൽ തന്നെ വന്നിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ് ഈ ഒരു ജിഗാൻഡോ എന്നുള്ള ഒരു ക്യാരക്ടർ. ആൻഡ് ആ ഒരു കോമിക്സ് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഇൻവിസിബിൾ വുമനെ കൈ പിടിച്ചിരിക്കുന്ന ഈ ഒരു ജിഗാൻഡോ എന്നുള്ള ക്യാരക്ടറിനെ കാണിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇൻവിസിബിൾ വുമനായിട്ടുള്ള ഷൂസ്റ്റോമിന് പകരം ഇവിടെ ആ ഒരു ജിഗാൻഡോയുടെ കയ്യിലിരിക്കുന്നത് ആ ഒരു പിസ്സ ഡെലിവറിയിലെ വർക്കറാണ്. അങ്ങനെ ആ ഒരു കോമിക്കിലെ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു സീക്വൻസിന്റെ ഒരു എക്സാക്ട് റിപ്ലിക്ക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആഡ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി എന്നുള്ള രീതിക്ക് കിടലുമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരു സ്പോയിലർ ആണ്. ബട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ പടത്തിൽ ഒരു മെയിൻ വില്ലൻ എന്നുള്ള രീതിക്ക് വലിയൊരു ത്രട്ടായിട്ടൊന്നും വരാൻ സാധ്യതയില്ല. ഐ മീൻ ഈ ഒരു ക്യാരക്ടർ പടത്തിൽ എന്തായാലും ഉണ്ടാവും, ബട്ട് പെട്ടെന്ന് ഈ ഒരു ക്യാരക്ടറിന്റെ സ്റ്റോറി ലൈൻ കടന്നു പോകാനാണ് സാധ്യത. അതായത് നമ്മൾ ഓൾറെഡി അറിഞ്ഞൊരു കാര്യമാണ്, ഫണ്ടാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സിന്റെ ഒറിജിൻ സ്റ്റോറി ഒന്നും പറയാനായിട്ട് ഈ പടത്തിൽ അധികം സമയം എടുക്കുന്നില്ല. അതെല്ലാം പെട്ടെന്ന് കാണിച്ചു പോകും. സോ ഈ ഒരു പടത്തിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടാസ്റ്റിക് ഫോർ ക്യാരക്ടേഴ്സ് എല്ലാം ഇവിടെ സൂപ്പർ ഹീറോസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയതാണ്. അതായത് ഫണ്ടാസ്റ്റിക് ഫോർ ടീം റിയലി ഫണ്ടാസ്റ്റിക് ആയതിനു ശേഷം, ഐ മീൻ സൂപ്പർ പവേഴ്സ് ഒക്കെ കിട്ടിയതിന് ശേഷമുള്ള 4 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് പടത്തിൽ മെയിനായിട്ട് കാണിക്കുന്നത്. സോ ആ ഒരു 4 വർഷത്തെ ടൈം ഗ്യാപ്പിലെ കഥ പെട്ടെന്ന് കാണിച്ചു പോകുന്ന ആ ഒരു സീക്വൻസിലായിരിക്കാം ഈ ഒരു ക്യാരക്ടർക്ക് വരുന്നത്. സോ ആ ഒരു 4 വർഷത്തിനിടയ്ക്ക് ഫണ്ടാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സ് ഏതൊക്കെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ ഇടപെട്ടു എന്നുള്ളത് കാണിച്ചു തരുന്ന ആ ഒരു സീക്വൻസിൽ ഒരു മോണ്ടാജ് പോലെ ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരാനാണ് സാധ്യത. പെട്ടെന്ന് ആ സ്റ്റോറി ലൈൻ കടന്നു പോകാനും ചാൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ക്യാരക്ടർ ഫണ്ടാസ്റ്റിക് ഫോർ കോമിക്സിന്റെ ആദ്യത്തെ ഇഷ്യൂവിൽ തന്നെ വരുന്ന ഒരു ക്യാരക്ടർ ആണെന്നുള്ളൊരു കാര്യം. ആൻഡ് ആ ഒരു ഇഷ്യൂവിന്റെ പേര് തന്നെ ഗാലക്ടസ് ട്രിലോഗി എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പടത്തിൽ ഗാലക്ടസും വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ജിഗാൻഡോ എന്നുള്ള ഒരു ക്യാരക്ടറും വരുന്നുണ്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യമായിട്ടാണ് ഫണ്ടാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത് അവരുടെ ഫസ്റ്റ് ഇഷ്യൂവിലെ ക്യാരക്ടേഴ്സിനെ വെച്ച് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പരിപാടി ആയിരിക്കാം. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗുഡ്, കേൾക്കാൻ തന്നെ ഒരു രസമൊക്കെ ഉണ്ട്. സോ ആ ഒരു ഫസ്റ്റ് ഇഷ്യൂവിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പടത്തിൽ വേറൊരു പെർസ്പെക്റ്റീവിൽ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഒരു അശരീരിയാണ് ഇതിലൂടെയൊക്കെ കാണുന്നത്. പിന്നെ ഒരുപാട് ആളുകൾ വേവലാതിപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആഡിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും VFX ഒക്കെ പടുകൂറായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ജിഗാൻഡോ എന്നിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കാണിക്കുന്നതായാലും ആ ഒരു ക്യാരക്ടറിന്റെ ചുറ്റും ജോണി സ്റ്റോമിന്റെ ക്യാരക്ടർ പറക്കുന്നത് കാണിക്കുന്നതായാലും VFX ഒക്കെ എവിടെയോ പാളി നിൽക്കുന്ന പോലെ തോന്നിയെന്ന് ആൾക്കാർ പറയുന്നതായിട്ട് കേട്ടു. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇതൊരു ആഡ് മാത്രമാണ്. പടത്തിലോട്ട് വരുമ്പോൾ ഈ ഒരു സീക്വൻസ് ഈ ഒരു രീതിയിൽ തന്നെ പ്ലേ ആവണമെന്നില്ല. അവിടെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും ഈ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യുന്നത്. സോ അവിടെ ചിലപ്പോൾ ഈ ഒരു VFX ഒക്കെ ഇതിനേക്കാളും കിടിലുമായിട്ട് തന്നെ വരാനായിട്ടും സാധ്യതയുണ്ട്. ബട്ട് മാർവലിന്റെ കാര്യമാണ്, ഒന്നും പറയാനും പറ്റത്തില്ല. ഇപ്പോൾ പടത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രിവ്യൂ ഷോസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അവിടെ നിന്ന് വരുന്ന റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ VFX കിടിലുമായിട്ട് വന്നിട്ടുണ്ടെന്നും എന്നാൽ ചില സ്ഥലങ്ങളിൽ VFX വൻ പാളിച്ചയാണെന്നുള്ളൊരു കാര്യവും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ അതും ഇതും കൂട്ടി വായിക്കുമ്പോൾ കണ്ടറിയാം. മാർവൽ ആദ്യമായിട്ടല്ല ഒരു പടത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ് വന്നിങ്ങനെ ഒരു ആഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടി സെറ്റപ്പ് ഒക്കെ നടത്തുന്നത്. ഇതിനു മുമ്പ് ഹൾക്കും ആൻഡ്മാനും ചേർന്ന് കൊക്കക്കോളയുടെ ഒരു പരസ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആഡും പരിപാടികളൊക്കെ മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. സോ സംഭവം നൈസ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ കൂട്ട് ഒരു മോണ്ടാജ് രീതിയിൽ പെട്ടെന്ന് കാണിച്ചു പോകുന്ന ഒരു ക്യാരക്ടറാണെന്നുള്ള രീതിക്കാണെങ്കിൽ വലിയ സ്പോയിലർ ആവാനൊന്നും തരവില്ല. ബട്ട് ഇത് മെയിൻ ഒരു ഇവന്റ് ആണെന്നുള്ള രീതിക്കാണ് പടത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് ചെറിയൊരു സ്പോയിലർ ആയി പോയി. ആൻഡ് ഈ ഒരു ജിഗാൻഡോ എന്നുള്ള ക്യാരക്ടർ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഡീവിയന്റ് ആയിട്ടുള്ള മ്യൂട്ടന്റ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു ക്യാരക്ടറിനെ കോമിക്സിലൊക്കെ പ്രസന്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എറ്റേണൽസ് പടം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ എറ്റേണൽസിനെതിരെ സെലസ്റ്റീലിന്റെ കൂടെ നിന്ന് ഒരുപാട് ഡീവിയൻസ് ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടാവും. സോ അത് കൂട്ട് ഒരു ഡീവിയന്റ് ആയിട്ടുള്ള ഒരു മ്യൂട്ടന്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫണ്ടാസ്റ്റിക് ഫോർ പടത്തിൽ തന്നെ ഒരു മ്യൂട്ടന്റ് ഉണ്ട്. മ്യൂട്ടൻസിന്റെ ഒക്കെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ, ഐ മീൻ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒമേഗ ലെവൽ മ്യൂട്ടന്റ് എന്ന് പറയപ്പെടുന്ന ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ്, റീഡ് റിച്ചാർഡ്സിന്റെയും ഷൂസ്റ്റോമിന്റെയും മകനെ നമ്മൾ ഈ ഒരു പടത്തിൽ കാണാനായിട്ട് പോകുന്നുണ്ട്. സോ മാർവലിൽ തന്നെ അങ്ങിങ്ങായി ചെതറി കിടക്കുന്ന മ്യൂട്ടൻ ക്യാരക്ടേഴ്സിനെയൊക്കെ പതിയെ പൊടിതട്ടി പൊക്കിക്കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന് ശേഷമുള്ള ഒരു മ്യൂട്ടൻ സാഗയ്ക്ക് ദീപം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ ഒരു ജിഗാൻഡോ എന്നുള്ള ഒരു ക്യാരക്ടറിന്റെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഒരു മെയിൻ വില്ലൻ അല്ല. ഈ ഒരു ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് മോൾമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേറൊരു ക്യാരക്ടറാണ് മെയിനായിട്ട് വില്ലത്തരം കാണിക്കുന്നത്. സോ ഈ ഒരു മോൾമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ചിങ്കിടി എന്നൊരു രീതിക്കാണ് ഈ ഒരു ജിഗാൻഡോ എന്നുള്ള ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മോൾമാനും ഈ ഒരു പടത്തിൽ കാണേണ്ടതാണ്. അങ്ങനെ ഇപ്പോൾ ആരാണ് വരുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഫണ്ടാസ്റ്റിക് ഫോർ പടത്തിലെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് ട്രെയിലറിൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു മോൻ കണ്ടിട്ടുണ്ടാവും, ജോൺ മാൽക്കോവിച്ച്. സോ പുള്ളിയാണ് ഇപ്പോൾ മോൾമാനായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള രീതിക്ക് റൂമേഴ്സ് പരിപാടികളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മോൾമാനായിട്ടുള്ള ആ ഒരു രൂപസാദൃശ്യം ഈ പുള്ളിക്ക് ഇപ്പോൾ തോന്നുന്നില്ല. മോൾമാനൊക്കെ കൂടുതൽ കുറച്ചുകൂടെ ഷൂട്ട് ആവുന്നത് റെഡ് ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അതും ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ഒരു മെയിൻ ആർച്ച് എനിമി ലിസ്റ്റിൽ പെടുന്ന ഒരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടർ
ക്യാരക്ടറായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ലുക്ക് വൈസും കുറച്ച് സാദൃശ്യമുണ്ട്. സൂപ്പർമാൻ എന്ന് കേൾക്കുന്നത് ലെക്സ് ലൂതറിന് എത്രമാത്രം കലിയാണോ അതുകൂട്ട് ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ഒരു എനിമിയാണ് ഈ ഒരു റെഡ് ഗോസ്റ്റ് എന്നുള്ള ഒരു ക്യാരക്ടർ. ഫണ്ടാസ്റ്റിക് ഫോർ എന്ന് കേൾക്കുന്നതേ കലി എന്നുള്ള രീതിക്ക് പുഷ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ വരും. നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, ഈ ഒരു ആഡിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അവിടെ നിന്ന് അങ്ങനെ വേറൊരു പ്രൊമോ മെറ്റീരിയൽ ആയിട്ട് ഇവന്മാർ ഇറക്കി വിട്ടേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെർബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഈ ഒരു പടത്തിൽ കാണാൻ പറ്റും. നമ്മളെല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്. ആൻഡ് ഈ ഒരു ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് ഒരു പ്രൊമോ മെറ്റീരിയലും അവർ പടച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പ്രൊമോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെർബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റോബോട്ട് ക്യാരക്ടർ എത്രമാത്രം ഫണ്ടാസ്റ്റിക് ഫോറിന്റെ ആ ഒരു ഫാമിലിയായിട്ട് കണക്റ്റഡ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. മിക്കവാറും പടത്തിൽ ഒരു ഹാർട്ട് പീസ് ആയിട്ട് മാറാനുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം ഈ ഒരു ഹെർബി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. ഓക്കെ, ആ ഒരു പ്രൊമോ മെറ്റീരിയലിൽ കാണിക്കുന്ന സീക്വൻസസ് എന്തൊക്കെയാണെന്ന് എടുത്ത് നോക്കുമ്പോൾ ഈ ഹെർബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ എത്രമാത്രം ഫണ്ടാസ്റ്റിക് ഫോർ ടീം മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെയും ഈ ഒരു ഹെർബിയാണ് നോക്കുന്ന പോലെ കാണിക്കുന്നത്. അപ്പനും അമ്മയും നിസ്സാരക്കാരല്ലല്ലോ. ഓരോ സമയം ഓരോ പ്രശ്നങ്ങളായിട്ട് ലോകം രക്ഷിക്കാനായിട്ട് നടക്കുമ്പോൾ കൊച്ചിനെ നോക്കാനായിട്ട് അധികം സമയം കിട്ടിയെന്ന് വരത്തില്ല. സോ ആ ടൈമിലൊക്കെ കൂടുതൽ ആ ഒരു ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ കിഡ് ക്യാരക്ടറായിട്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹെർബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം. അതിൽ തന്നെ ആ ഒരു പ്രൊമോ മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. വലിയ വലിയ അപകടങ്ങളിൽ നിന്നും ഈ ഒരു ടീമിനെ രക്ഷിക്കാൻ പോകുന്നതും ഈ ഒരു ഹെർബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ തന്നെ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ മുമ്പിലോട്ട് ഹെർബി കയറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. ഈ വലിയ വലിയ അപകടങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു ഗാലക്ടസിന്റെ സീക്വൻസുകളാണ്. അതായത് നമ്മൾ ഓൾറെഡി ട്രെയിലറിലും ടീസറിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുള്ള ആ ഒരു ഗാലക്ടസിന്റെ കലാപരിപാടികളൊക്കെ ഇല്ലേ, ആ ഒരു സീക്വൻസുകളാണ് പ്ലേ ആവുന്നത്. അതിനുശേഷം ഈ ഒരു ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ മുമ്പിലേക്ക് കയറി നിന്ന് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ നിന്നുകൊണ്ട് ഈ ഒരു ഹെർബി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ആരെയോ ഇങ്ങനെ തല പൊക്കി നോക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സംഭവ വികാസങ്ങളെല്ലാം ആ ഒരു ബാക്സ്റ്റർ ബിൽഡിങ്ങിന്റെ സറൗണ്ടിങ്സിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അവിടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആൻഡ് ഓൾറെഡി ഈ ഒരു ബാക്സ്റ്റർ ബിൽഡിങ്ങിലോട്ട് ഗാലക്ടസ് വരുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഇതിന് മുമ്പ് ലീക്കായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ മിക്കവാറും ഹെർബി തലപൊക്കി നോക്കുന്നത് വേറെ ആരുമല്ല, ഗാലക്ടസിനെ തന്നെയായിരിക്കാം. സോ ഗാലക്ടസ് എന്തിനാണ് ഈ ഒരു ഫണ്ടാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിലായിട്ട് വരുന്നത് എന്നുള്ളത് ഇതിനോടകം പരസ്യമായ രഹസ്യം മാർവൽ തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന് വേണ്ടി. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു കൂട്ടാ ഒരു ഒമേഗ ലെവൽ മ്യൂട്ടന്റ് ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ തേടി തന്നെയാണ് ഗാലക്ടസ് ഇപ്പോൾ ഈ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ആൻഡ് അതിന്റെ ഒരു സംഭവ വികാസങ്ങളുടെ ഒരു ലീഡ് പിടിച്ചിട്ടായിരിക്കാം ഇനി ഡോക്ടർ ഡൂമും പടത്തിലോട്ട് വരാനായിട്ട് പോകുന്നത്. ആൻഡ് ഇപ്പോൾ ഓൾറെഡി കെവിൻ ഫീജി ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് ഫണ്ടാസ്റ്റിക് ഫോറിൽ നമ്മൾ കാണുന്ന ഒരു സ്പേസ് ഷിപ്പും ആൻഡ് അതുപോലെ തന്നെ തണ്ടർ ബോൾസിന്റെ പോസ്റ്റ് ക്രെഡിറ്റിൽ നമ്മൾ 4 എന്ന് അച്ചടിച്ചിട്ടുള്ള ഒരു സ്പേസ് ഷിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ 2 സ്പേസ് ഷിപ്പും വേറെ വേറെ സ്പേസ് ഷിപ്പ് ആണെന്നുള്ള ഒരു കാര്യം ഇപ്പോൾ കെവിൻ ഫീജി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ തണ്ടർ ബോൾസിന്റെ പോസ്റ്റ് ക്രെഡിറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സ്പേസ് ഷിപ്പിന്റെ അകത്ത് സാക്ഷാൽ ഡോക്ടർ ഡൂം ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സുമായിട്ട് വരുന്ന രീതിയിലാണോ കാണിക്കാൻ പോകുന്നത്? കേൾക്കുമ്പോൾ തന്നെ ഹൈപ്പ് കയറുന്നത് എങ്ങനെയാണ് മാർവലിൽ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് തന്നെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ആൻഡ് ഓൾറെഡി ഫണ്ടാസ്റ്റിക് ഫോറിന്റെ പോസ്റ്റ് ക്രെഡിറ്റിൽ ഡോക്ടർ ഡൂമിനെ ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്ത് വിടുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അതായത് RDJ ആണെന്ന് കൃത്യമായിട്ട് കാണിക്കത്തില്ല, ബട്ട് നമുക്ക് മനസ്സിലാവും അത് ഡോക്ടർ ഡൂം ആണെന്ന് കൺവേ ചെയ്ത് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. റൂമേഴ്സിന്റെ കാര്യം വിട്ടേക്ക്, ഈ ഒരു പടത്തിൽ പോസ്റ്റ് ക്രെഡിറ്റിലെങ്കിലും RDJ കാണിക്കാതെ തരവില്ല. കാരണം ഇനി ഇത് വിട്ട വേറെ പടമില്ല. ഫണ്ടാസ്റ്റിക് ഫോർ ആണ് ഡോക്ടർ ഡൂമിനെ പ്രസന്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ. അത് വിട്ട് കഴിഞ്ഞാൽ ഇനി വേറെ പടമില്ല. ഈ ഒരു ഡോക്ടർ ഡൂമിനെ ഒന്ന് RDJ ആണ് ഡോക്ടർ ഡൂം എന്നതിൽ കവിഞ്ഞ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ മൾട്ടിവേഴ്സ് സാഗയുടെ മെയിൻ വില്ലനായിട്ട് ഡോക്ടർ ഡൂമിനെ RDJ തന്നെ ഇറക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പടത്തിൽ ചെറിയൊരു ടീസിലൂടെ ആണെങ്കിലും വലിയൊരു ഇമ്പാക്ട് തരുന്ന രീതിയിൽ ഡോക്ടർ ഡൂമിനെ പ്രസന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം ഹൈപ്പ് കേട്ടുന്നത് ഡോക്ടർ ഡൂമിന് തന്നെയാണ്, ഡൂംസ്ഡേക്ക് തന്നെയാണ്. ഓക്കെ, അതിനിടയ്ക്ക് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. വേൾഡ് വാർ ഹൾക്ക് കോമിക് സീരീസ് നമ്മൾ തുടങ്ങി വെച്ചിട്ട് കുറച്ച് നാളായിട്ട് പെൻഡിങ്ങിനെ വെച്ചേക്കാണ്. ഒരുപാട് പേര് അതിന്റെ അടുത്ത പാർട്ടിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. സന്തോഷം, തീർച്ചയായിട്ടും നമ്മളത് കംപ്ലീറ്റ് ആക്കും. ബട്ട് കുറച്ച് സമയം ആവശ്യമുണ്ട്. സാഹചര്യം ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അതിന്റെ ചാപ്റ്റർ 4 ഈ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതിന്റെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് വേൾഡ് വാർ ഹൾക്കിൻ്റെതായിട്ട് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് സെറ്റ് ആയിട്ടിരുന്നോ. ചാപ്റ്റർ 4 ഈസ് ഇൻകമിങ്. ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. ആ ഒരു ആഡിനെയും പ്രൊമോ മെറ്റീരിയലിനെ പറ്റിയിട്ടും പറയാനും മനസ്സിലാക്കാനും സാധിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള ആഡും പ്രൊമോ മെറ്റീരിയൽസ് ഒക്കെ ഇറക്കി വിടുന്നത് പടത്തിന്റെ ആ ഒരു ആസ്വാദനത്തെ നെഗറ്റീവായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ നിലപാടുകൾ എന്തൊക്കെയാണെന്നും ആൻഡ് മൊത്തത്തിൽ ഫണ്ടാസ്റ്റിക് ഫോർ പടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നും ഡോക്ടർ ഡൂമിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രമാത്രം കാത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് തന്നെ വീണ്ടും കാണാം.